പത്തനംതിട്ട കലഞ്ഞൂർ പാക്കണ്ടത്താണ് വനംവകുപ്പ് വെച്ച കെണിയിൽ പുലി പെട്ടത്. ഇപ്പോൾ ഈ പുലിയെ വാഹനത്തിനകത്ത് കയറ്റിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പുലിയെ കൊണ്ടുപോവുകയാണ്. ഏറെ നാളായി ഇവിടെ പുലിശല്യം ഉണ്ടായിരുന്നു. ഗ്രാമീണവാസികളെല്ലാം വളരെയധികം ഭയത്തിലായിരുന്നു. പകൽ സമയം പോലും പുറത്തിറങ്ങാൻ ഭയമുള്ള ഒരവസ്ഥ ഈ ഗ്രാമീണ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് വനംവകുപ്പ് ഈ ഭാഗത്ത് കൂട് സ്ഥാപിച്ചത്. ഇപ്പോൾ ഈ കൂട്ടിൽ ഏതായാലും പുലി പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ ഗ്രാമീണവാസികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അല്പം ഒരു ആശ്വാസമല്ലേ ഈ പുലി പെട്ടത്? ആശ്വാസം എന്ന് പറഞ്ഞാൽ പോലും ഇനിയും പുലികളുണ്ട്. കാര്യം ഒരു പുലി എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങിയത്. ഇതിപ്പോൾ ഒന്നല്ല 3 പുലിയെ പിടിച്ചു. പിന്നെ പലരും പുലിയെ കാണുന്നു പലയിടത്തായിട്ട്. അപ്പോൾ ഭീതിയാണ് മൊത്തത്തിൽ. നമുക്ക് ആശ്വാസം എന്ന് പറയാൻ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഓരോന്നിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഇനിയും പുലികളുണ്ടെന്നാണ് ഈ നാട്ടിലെ ഓരോ ജനങ്ങളും വിശ്വസിച്ച് പേടിച്ചിരിക്കുകയാണ്. താങ്കൾ നേരത്തെ ഒരു മലയുടെ മുകളിൽ ഒരു പുലി നിൽക്കുന്ന ഒരു വീഡിയോ അത് മൊബൈലിൽ ചിത്രീകരിച്ചു. നിങ്ങളുടെ വീടിന്റെ തൊട്ട് മുകൾ ഭാഗത്തായിരുന്നു വലിയ മല. അന്ന് കണ്ട ആ പുലി തന്നെയാണോ ഇത്, അല്ലെങ്കിൽ അതുമായി അത്രയും വലിപ്പമുള്ളതാണോ ഈ പുലി? അല്ലല്ല, അത്രയും വലിപ്പമുള്ളതല്ല. ഇത് കുഞ്ഞു പുലിയാണ്. ഇത് ചെറുതാണ്. അന്ന് കണ്ടത് നല്ല വലുതായിരുന്നു. അതായത് ഇനിയും ഇവിടെ ഈ കൂട് ഇവിടെ തന്നെ നിലനിർത്തണമെന്നാണ് നിങ്ങൾ ഗ്രാമവാസികളുടെ ഒരു ആവശ്യം? അതെ. നമുക്ക് ഇവിടെ കൂട് ഇനി സ്ഥാപിക്കണം. ഇനിയും പുലികളെ പിടിക്കണം. ഇനിയും പുലികളുണ്ടെന്നുള്ളത് ഈ നാട്ടിൽ 100% എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് പുലികളെ പിടികൂടണമെന്നാണ് പറയുന്നത്. ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ ആക്രമിക്കുന്ന ഒരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. വളർത്തുമൃഗങ്ങളെ ഇവിടെ ഇഞ്ചപ്പാറ ഭാഗങ്ങളിലൊക്കെ പിടിക്കുന്നതായിട്ടുണ്ടായിരുന്നു. ഇഞ്ചപ്പാറ ഭാഗങ്ങളിലും പുലികളെ കണ്ടവരുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ വനമേഖല എത്ര അടുത്താണ്? ഇവിടെ വനമേഖല എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്ന എല്ലാ വനമേഖല, ജനവാസം ഇല്ലാത്ത ഏരിയകളാണ് ഈ മേളിലോട്ട് കിടക്കുന്നത്. എല്ലാം കോറി കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. എങ്കിലും ഇതിന് മേളിലോട്ട് കുറേ പ്രോപ്പർട്ടികൾ യൂസ് ചെയ്യാതായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, രാത്രികാലങ്ങളിൽ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നവരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു മനസ്സിലെ ഭയം? എങ്ങനെയായിരുന്നു ഭയം എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേർക്കാണെങ്കിലും സ്കൂളിൽ പോകാനൊരു പേടി. ബാക്കിയുള്ളവർക്ക് പൊതുവേ ഈ ടാപ്പിംഗ് തൊഴിലാളികൾ, കൃഷി ചെയ്യുന്നവർ, ഡ്രൈവർമാർ, ഇവർക്കൊന്നും രാവിലെ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭീതി നല്ല രീതിയിൽ നാട്ടുകാരെ വലയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും ഒരു ഭീതിയാണ് ഈ പുലി എന്ന് പറയുന്നത്. അപ്പം അത് ഒരു രീതിയിൽ മാറില്ലല്ലോ. നമുക്കറിയില്ല എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. എന്തായാലും 3 എണ്ണം അല്ല, അത് നമുക്ക് ഉറപ്പാണ്. കാര്യം ഇപ്പം ഈ കണ്ട പുലിയെ അല്ലാതെ വേറെ പല പുലികളെ പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് 3ാമത്തെ പുലിയാണ് ഇപ്പോൾ വനംവകുപ്പ് വെച്ച കെണിയിൽ വീഴുന്നത്. ഇവിടെ ധാരാളം വിജനമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു പാറക്കെട്ടാണിത്. ഈ പാറക്കെട്ടിൻ്റെ മുകൾ വശമൊക്കെ ജനവാസമില്ലാത്ത മേഖലയാണ്. അവിടെയൊക്കെയാണ് ഈ പുലികൾ ഉള്ളത് എന്നാണ് ഈ ഗ്രാമനിവാസികൾ പറയുന്നത്. ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ കെണിവെച്ച ഭാഗത്തേക്ക് പുലി ഇറങ്ങി വന്നത്. ഏതായാലും ഇപ്പോൾ ഈയൊരു പുലിയെ കെണിവെച്ച് വനംവകുപ്പ് പിടികൂടിയിരിക്കുന്നു. പുലിയെ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഏതായാലും ജനങ്ങൾ ഭയത്തിൽ തന്നെയാണ്. ഇവിടെ 3 പുലികൾ മാത്രമല്ല, അതിൽ കൂടുതൽ പുലികൾ ഉണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. വനംവകുപ്പിൻ്റെ ആ കൂട് ഇവിടെ തന്നെ നിലനിർത്തണമെന്നും ഗ്രാമനിവാസികൾ ആവശ്യപ്പെടുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.